ഈ കഴിഞ്ഞ 36 സംവത്സരങ്ങളായി സഹനത്തിൻ്റെ ശരശയ്യയിൽ കിടന്ന് സ്വന്തം ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്യാസ വൈദികൻ. സഹനത്തിലൂടെ സ്നേഹിക്കുവാനും സ്നേഹിക്കുവാൻ വേണ്ടി സഹിക്കുവാനും പഠിക്കുകയും സ്വന്തം ജീവിത മാതൃകയിലൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ധന്യജീവിതം. 4 ചുവരുകൾക്കുള്ളിലെ പ്രസാദമുള്ള ദൈവ സാന്നിധ്യത്തിൽ സ്വന്തം യാതനകളുടെ കുരിശിൽ കിടന്ന് ഈ വ്യക്തിത്വം ആശ്വാസം കണ്ടെത്തുന്നത് ഗോകുൽത്താ മലയിലെ മരക്കുരിശിൽ കിടക്കുന്നവൻ്റെ കണ്ണുകളിലാണ്. നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും പരാജയങ്ങളിലും നഷ്ടധൈര്യനാകാതെ പ്രചോദനാത്മകമായി ജീവിതത്തെ സസന്തോഷം മുന്നോട്ട് നയിക്കുന്ന ജീവിത സാക്ഷ്യം. അതാണ് ബഥനി ആശ്രമ അംഗമായ ബഹുമാനപ്പെട്ട ഗബ്രിയേൽ പൊസേന്തി അച്ഛൻ. പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ അഭിഷിക്തൻ അൾത്താരയിൽ അപ്പവും വീഞ്ഞും നിവേദിച്ചല്ല ബലിയർപ്പിക്കുന്നത്, മറിച്ച് സ്വന്തം കിടക്കയാകുന്ന ബലിപീഠത്തിൽ അനുദിനം ദേഹീദേഹങ്ങളെ ഹോമയാഗം ചെയ്തുകൊണ്ടാണ്. പൂർണ്ണമായും പരാശ്രയത്തിൽ ജീവിക്കുന്ന പൊസേന്തിയച്ചൻ ഒരിക്കലും നിരാശയ്ക്കോ വിഷാദത്തിനോ അടിമയല്ല. മലങ്കര കാത്തലിക് ടിവിയിലേക്ക് പ്രിയപ്പെട്ട അച്ഛന് പ്രത്യേകമായ സ്വാഗതം. ബഥനി മിശിഹാനുകരണ സന്യാസ സമൂഹ അംഗമായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഒരു വൈദികനായും ജീവിച്ചുകൊണ്ട് ക്രിസ്ത്യാനുകരണ മുന്നേറ്റത്തിനും പ്രവാചക ശിഷ്യത്വത്തിനും ഒരു വേറിട്ട ശബ്ദമായും വ്യത്യസ്തമായ വ്യക്തിത്വമായും ബഹുമാനപ്പെട്ട അച്ഛൻ ശോഭിക്കുകയാണ്. അങ്ങയുടെ ദൈവവിളിയുടെ തീർത്ഥാടനം ഒന്ന് വിവരിക്കാമോ? ചെറുപ്പം മുതലേ വൈദിക ജീവിതത്തോട് എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. അത് ഞാൻ വളരും തോറും ആ ആഗ്രഹം എന്നിൽ വളർന്നുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന്, എൻ്റെ കുടുംബ പശ്ചാത്തലം. ക്രിസ്തീയ ജീവിതത്തിൽ അടിയുറച്ച ഒരു ക്രിസ്തീയ ഭവനമായിരുന്നു ഞങ്ങളുടേത്. ആ ദൈവിക വിശ്വാസത്തിലും സഭയോടുള്ള ആ ഐക്യത്തിലും വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. എൻ്റെ മാതാപിതാക്കൾ വളരെ അധികം സഭയോട്, ദേവാലയത്തോട് അടുത്ത് പെരുമാറുകയും അതിനൊപ്പം ഞങ്ങളും അവരോടൊത്ത് ദൈവിക കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടെ സംബന്ധിക്കുകയും ഉണ്ടായിരുന്നു. ആ ക്രിസ്തീയ വിശ്വാസത്തോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. രാവിലത്തെയും വൈകിട്ടത്തെയും കുടുംബ പ്രാർത്ഥന വളരെ നിർബന്ധമായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്. അപ്പോൾ ആ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും മുടക്കം കൂടാതെ ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. മറ്റൊരു പ്രധാന കാരണം, ഒരു പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ അൾത്താര ബാലനായിരുന്നു. അപ്പം ദേവാലയത്തോടും വൈദികരോടുമുള്ള എൻ്റെ അടുപ്പം വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മറ്റൊരു പ്രധാന കാരണം, ഞങ്ങളുടെ കുടുംബത്ത് ധാരാളം വൈദികരുണ്ടായിരുന്നു. സന്യസ്തരും അഥവാ ബഥനി ആശ്രമത്തിലെ അംഗങ്ങൾ തന്നെ ആശ്രമസ്ഥരെ അച്ഛന്മാരായിരുന്നു ഞങ്ങളുടെ വികാരിമാരിലേറെയും. അവരോടുള്ള സമ്പർക്കവും അതുപോലെ തന്നെ രൂപത അച്ഛന്മാരുമായിട്ടുള്ള ഞങ്ങളുടെ അടുപ്പവും എൻ്റെ ദൈവവിളിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആശ്രമത്തിലെ അച്ഛന്മാരോടുള്ള അടുപ്പം, സമ്പർക്കവും എന്നെ ആശ്രമത്തിലേക്ക് വളരെയധികം ആകർഷിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ വൈദികൻ ഞങ്ങളുടെ കുടുംബത്ത് വരികയും ഞങ്ങളോടൊപ്പം
താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വൈദികരോടുള്ള ഞങ്ങളുടെ അടുപ്പവും സമ്പർക്കവും ഒക്കെ എൻ്റെ ദൈവവിളിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. എൻ്റെ കുടുംബത്ത് എൻ്റെ സഹോദരങ്ങൾ 9 പേരാണ്. ഞങ്ങൾ 4 ആണുങ്ങളും 5 പെൺകുട്ടികളും. ഇവരിൽ ഈ 9 പേരിൽ ഞങ്ങൾ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ദൈവ ശുശ്രൂഷയ്ക്കായി പോയിട്ടുണ്ട്. എൻ്റെ സഹോദരൻ ബഥനി ആശ്രമത്തിൽ തന്നെ ഒരു വൈദികനാണ്, ഫാദർ ഫിലിപ്പ് നേരി. എൻ്റെ 2 സഹോദരന്മാരിൽ ഒരാൾ ബഥനി മഠത്തിലെ സിസ്റ്ററും മറ്റൊരു പെങ്ങൾ ബോംബെയിൽ ലാറ്റിൻ സഭയിൽപ്പെട്ട ഒരു കോൺഗ്രിഗേഷനിലുമുണ്ട്. അപ്പോൾ എൻ്റെ ഭവനത്തിൽ തന്നെ 4 ദൈവവിളി ഉള്ളതിനാൽ ആ ദൈവവിളി സ്വാഭാവികമായിട്ട് തന്നെ അവിടെ ശോഭിച്ചിരുന്നു എന്നെനിക്ക് പറയാൻ പറ്റും. തിരുവചന പ്രകാരം ഓരോ ശിഷ്യനും ഒരു സീനായി അനുഭവത്തിലൂടെ കടന്നു പോകണം. അഗ്നിയുടെ സാന്നിധ്യത്തിൽ ഒരു പുറപ്പാടിന് ആവശ്യമായ പരിത്രാണവും പ്രകാശീകരണവും പ്രസ്തുത സീനായി അനുഭവം പകർന്നു നൽകുന്നു. ഒരുപക്ഷെ അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ച 1985 വാഹന അപകടം ഒരു സീനായി അനുഭവം തന്നെയാണ്. ഈ തരുണത്തിൽ പ്രസ്തുത സംഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ വൈദികനായതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന വിഷയം പഠിക്കാനായി ഞാൻ ബോംബെയിലേക്ക് പോയി. ബോംബെയിലെ എൻ്റെ പഠനശേഷം ഞാൻ നാട്ടിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ ബത്തേരി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ താമരശ്ശേരിയിൽ നിന്ന് ഞാൻ സുൽത്താൻ ബത്തേരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വൈത്തിരി എന്ന സ്ഥലത്ത് വച്ച് എതിരെ വന്ന ഒരു ട്രാൻസ്പോർട്ട് ബസ്സുമായി ഞാൻ സഞ്ചരിച്ചിരുന്ന ബസ് കൂട്ടി ഇടിച്ച് വലിയൊരു അപകടം സംഭവിച്ചു. 8-9 പേര് അപകട സ്ഥലത്ത് തന്നെ മരിക്കുകയും എന്നെപ്പോലെ വളരെ ഗൗരവമായ അപകടത്തിൽപ്പെട്ടവർ ധാരാളം അതിലുണ്ടായിരുന്നു. ഉടനെ തന്നെ എന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഏകദേശം 1.5 മാസത്തോളം ട്രാക്ഷനിൽ കിടക്കുകയും ചെയ്തു. അതിന് വേണ്ട ഫലം കിട്ടാത്തതിനാൽ അവർ വെല്ലൂർ CMC ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ശുശ്രൂഷയുടെ ഫലമായി കുറേയൊക്കെ ഞാൻ ആരോഗ്യം വീണ്ടെടുക്കുകയും എന്നാൽ പൂർണ്ണമായ ഒരാരോഗ്യത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. ഈ അപകടം എനിക്കുണ്ടായപ്പോൾ സത്യത്തിൽ ഞാൻ നിലച്ചിരിയാത്ത ഒരു സംഭവമായിരുന്നു അത്. ആദ്യകാലങ്ങളിൽ എനിക്കതിനെ അങ്ങോട്ട് സ്വീകരിക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് വലിയ ബുദ്ധിമുട്ട് ആയിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ദൈവം അനാദി മുതലേ സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു സമ്മാനം കാലത്തിൻ്റെ തികവിൽ ദൈവം എനിക്ക് തന്നതായി എനിക്ക് പിന്നീട് അനുഭവപ്പെട്ടു. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാന സംഭവം ഞാൻ ഓർക്കുന്നത്, ഞാൻ വെല്ലൂരിൽ CMC ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ഒരു മെഡിസിന് പഠിക്കുന്ന ഒരു കുട്ടി ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു സമ്പ്രദായമുള്ളത്, അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസ് ആഴ്ചയിൽ 2 പ്രാവശ്യം രോഗികളുടെ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുക പതിവുണ്ട്. അങ്ങനെ ഒരിക്കൽ ഈ വിദ്യാർത്ഥി എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പല കാര്യങ്ങളും അവർ പങ്കുവെച്ചു. എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഞാൻ ആ സ്റ്റുഡൻറ്റിനോട് പറയുകയും എൻ്റെ സ്ഥിതി അവർ മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ വളരെയധികം ആഗ്രഹത്തോടെ ആണ്
ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയയ്ക്ക് പോയതും പിന്നീട് പ്രവർത്തിക്കാൻ തുടങ്ങിയതും. എന്നാൽ എനിക്കത് പൂർണ്ണമായിട്ട് നടത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കാഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ മെഡിക്കൽ സ്റ്റുഡൻറ്റ് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന് ഇപ്രകാരമായിരുന്നു. അവരെന്നോട് പറയുകയാണ്, അച്ഛൻ്റെ ഈ അവസ്ഥയിൽ അച്ഛൻ വളരെയധികം ദുഃഖിക്കുന്നു എന്നെനിക്കറിയാം. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കണം. നാം ആഗ്രഹിക്കുന്ന രീതിയിലും നമുക്കിഷ്ടപ്പെട്ട രീതിയിലും നമുക്കുള്ള കഴിവനുസരിച്ചും നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ധാരാളം ആളുകൾ അത് ചെയ്യുന്നതായിട്ട് സഭയിലുണ്ട്. പക്ഷേ അതിനേക്കാൾ മേന്മയായിട്ട് എനിക്ക് തോന്നുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ തുനിഞ്ഞാൽ, അതിനുള്ള സാഹചര്യം നമ്മൾ കിട്ടിയാൽ അതല്ലേ കൂടുതൽ മെച്ചം എന്ന് ആ കൊച്ച് എന്നോട് സംസാരിച്ചു. അപ്പോൾ എനിക്കൊരു ഉത്ബോധമുണ്ടായി. സത്യമാണല്ലോ ഇത്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയെക്കാട്ടിലും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവവചനം മനുഷ്യർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് കിട്ടിയ അവസരത്തെ ഞാൻ വളരെ സ്നേഹത്തോടും സത്യസന്ധതയോടും കൂടെ സ്വീകരിക്കണമല്ലോ എന്ന് ഞാൻ തീരുമാനിച്ചു. അതനുസരിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ മാറിപ്പോയി എന്നെനിക്ക് തോന്നി. അന്ന് വരെ ഉണ്ടായിരുന്ന എൻ്റെ ആ ആഗ്രഹം മാറി ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പ്രവർത്തിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുകയാണ് അന്ന് മുതൽ ചെയ്തത്. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ട് പോലും എനിക്കത് തോന്നി. അതായിരിക്കണം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തെ ഇത്രയും സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോംബെയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ ഡിപ്ലോമയും, നാട്യ അക്കാദമിയിൽ നിന്നും നാടകകലയിൽ ബിരുദവും നേടി കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ അനേകം നാടകങ്ങൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും അങ്ങ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ നാടക മേഖലയിലുള്ള മുന്നേറ്റം ഒന്ന് വിവരിക്കാമോ? വൈദിക വിദ്യാർത്ഥിയായി ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരാശയം, കലയിൽ കൂടി ദൈവവചനം പ്രഘോഷിക്കുക എന്ന ഒരു വലിയ കാര്യം ആയിരുന്നു. 2-3 മണിക്കൂർ നേരം വചനം പ്രഘോഷിക്കുന്ന അതേ വിഷയം ഒരു കലയിൽ കൂടി മനുഷ്യർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ സ്വീകാര്യമാകും എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് കൂടുതൽ മനുഷ്യരെ താല്പര്യമുള്ളവരാക്കി തീർക്കും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വൈദിക വൃത്തിയിൽ ഞാൻ കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന വിഷയത്തിന് വേണ്ടി പഠിക്കാൻ പോയത്. കമ്മ്യൂണിക്കേഷൻ മീഡിയ പ്രത്യേകിച്ച് നാട്യ വിഷയത്തിൽ, നാടക കലയിൽ കൂടുതൽ പ്രാവീണ്യം നേടണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിലൂടെ ദൈവവചനം, ദൈവ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്ന്, പഠനത്തിന് ശേഷം നാട്ടിൽ വന്ന് ഒരു യുവാക്കളുടെ ഒരു സംഘം രൂപീകരിക്കുകയും അവരോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഞാൻ പിന്നീട് അപകടം സംഭവിച്ച തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലായിരിക്കുമ്പോൾ തന്നെ മാറിയോനിയോസിനെക്കുറിച്ച് 4 നാടകങ്ങൾ രചിക്കുവാനും, അത് വീൽചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും അത് സംവിധാനം ചെയ്യാനും മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളത് എനിക്കൊരു വലിയ അഭിമാനമായി തോന്നുന്നു. മാറിവാനിയോസിനോട് എനിക്ക് അത്രയധികം അടുപ്പം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കാര്യമായ രീതിയിൽ പഠിക്കാനും അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് കലാരൂപത്തിൽ പ്രകടിപ്പിക്കാനും എനിക്ക് കുറേയൊക്കെ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റുള്ളവർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാനും ചിന്തിക്കുവാനും ഒക്കെ ഉള്ള സാഹചര്യം കൊടുത്തു എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഫിനിക്സ് പക്ഷി
ഒരു പ്രതീകമാണ്. കുറവുകളിൽ നിന്നും നിറവുകളിലേക്ക് കുതിച്ചുയരുന്ന ഒരു മുന്നേറ്റത്തിൻ്റെ കഥയാണ് അതിന് പറയാനുള്ളത്. സഹനത്തിൻ്റെ തീച്ചൂളയിലും സദാ പുഞ്ചിരി തൂകി ജീവിതത്തെ മനോഹരമാക്കാൻ എപ്രകാരം ഒരു മനോഭാവമാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത്? എനിക്ക് ഉണ്ടായ ഈ അപകടവും അതിനുശേഷമുള്ള എൻ്റെ മാനസികാവസ്ഥയും ദൈവസന്നിധിയിൽ ഞാൻ വച്ച് നോക്കുമ്പോൾ എനിക്ക് ധാരാളമായ ബലഹീനത ഉള്ളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും കരുതൽ കൊണ്ടും അതിനെ എൻ്റെ അപകട അവസ്ഥയെ അതിജീവിച്ച്, എൻ്റെ ആ മാനസിക അവസ്ഥയെ അതിജീവിച്ച് എനിക്ക് ദൈവത്തോട് ഒന്നു ചേർന്ന് നടക്കുവാൻ ഉള്ള ഒരു ശക്തി കിട്ടണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ച് എന്നെ കഴിവുള്ളിടത്തോളം എന്നെ തന്നെ ഞാൻ ഒരുക്കുകയും അത് കുറേയൊക്കെ ഫലപ്രാപ്തി അണിയുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പ്രധാനമായ കാരണം ഒന്നാമത്തേത് ദൈവത്തിന് എന്നോടുള്ള അനന്തമായ സ്നേഹവും കരുണയുമാണ്, കരുതലുമാണ്. ആ ദൈവം എന്നെ എപ്പോഴും തൻ്റെ ഉള്ളം കൈയിൽ കൊണ്ട് നടക്കുന്നു, എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ആ ദൈവം എന്നിൽ ഓരോ നിമിഷവും അത്ഭുതം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ 36 വർഷമായ ഒരു നട്ടെല്ല് രോഗി ജീവിച്ചിരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്ന ഒന്നല്ല. അതിനർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന് എന്നെക്കൊണ്ട് എന്തിനൊക്കെയോ ആവശ്യമുണ്ട്. ആ ദൈവം എന്നെ കാക്കുന്നു, പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ, അവിടുത്തെ അനന്തമായ എന്നോടുള്ള സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ സമൂഹത്തിന് സമൂഹം എനിക്ക് നൽകുന്ന പിൻബലമാണ്. ഓരോ നിമിഷവും ഈ സമൂഹം എന്നെ സ്വന്തമായി കരുതുകയും കണക്കാക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് എന്നോടൊപ്പമുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അപകടത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഇന്നോളം ഈ സമൂഹത്തിലെ വ്യക്തികൾ എന്നോടൊപ്പം ആശുപത്രിയിലായാലും എവിടെയായിരുന്നാലും എന്നോടൊപ്പം എപ്പോഴും ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. വലിയൊരു ഹോസ്പിറ്റലിൽ പോയ നിമിഷം മുതൽ, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്ന നിമിഷം മുതൽ ഇന്നോളം ഞാൻ സംഭവത്തിലാണ് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ ആ പിൻബലം, ആ കരുതൽ, ആ കരുണ എപ്പോഴും ഒരു ദൈവത്തെ പോലെ എന്നെ കരുതുന്ന കരങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം, സാധാരണ നമ്മൾ പറയാറുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങളുടെ കുറവുണ്ട്, മറ്റേ ആൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അപ്പോൾ എന്നേക്കാൾ സന്തോഷമായിട്ട് അവൻ ജീവിക്കുന്നല്ലോ, എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ എന്നുള്ളൊരു വ്യഥ. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നേക്കാൾ മോശമായ രീതിയിൽ ജീവിക്കുന്ന എത്രയോ വ്യക്തികൾ ഇന്ന് ഈ ലോകത്തിലുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. കിടക്കയിൽ 24 മണിക്കൂറും കിടക്കയിൽ എഴുന്നേൽക്കാൻ പോലും മേലാതെ കിടന്ന് നരകിക്കുന്ന എത്രയോ വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരെ സംബന്ധിച്ച്, അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ഭാഗ്യവാനാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും എന്നെ വളർത്തുന്നു. ഞാൻ ഓർക്കുന്നു, എവിടെയോ വായിച്ച ഒരു വാചകം, ഐ സ്റ്റോപ്ഡ് കംപ്ലൈനിങ് ഫോർ എ പെയർ ഓഫ് ഷൂസ് when I saw a man without his legs. 2 കാലുമില്ലാത്തൊരു മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഷൂവിനെക്കുറിച്ചുള്ള ആവലാതി നിർത്തിക്കളഞ്ഞു എന്ന്. സത്യമാണ്. എനിക്ക് ഇന്നതൊക്കെ ഇല്ല 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 എന്ന് മാത്രം പറയാതെ, എനിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് ഇതുമുണ്ട്, അതുമുണ്ട്, മറ്റേതുമുണ്ട്. അപ്പോൾ മറ്റുള്ളവരെക്കാൾ ഭേദമാണ് എൻ്റെ അവസ്ഥ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ സന്തോഷമായി ജീവിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. അതൊരു വലിയ സത്യമായിട്ട് ഞാനിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ജീവിതാവസ്ഥയെക്കാട്ടിലും മോശമായ അവസ്ഥയിൽ ജീവിക്കുന്നവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ സന്തോഷവാനായിരിക്കണം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു, കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും,
എന്നാൽ പിന്നെ ചിരിച്ചുകൊണ്ട് മരിച്ചുകൂടെ എന്ന്. നമ്മൾ എന്തിന് ദുഃഖിക്കുന്നു? നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മെ കരുതുന്ന ഒരു ദൈവം, നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിന് വിഷമം, എന്തിന് ദുഃഖം, എന്തിന് കരച്ചിൽ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇങ്ങനത്തെയുള്ള ചിന്തകൾ എന്നെ പലപ്പോഴും സന്തോഷവാനായിരിക്കുവാനും ജീവിതത്തെ പോസിറ്റീവായിട്ട് എടുക്കാനുമായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു മഹാസത്യം തന്നെയാണ്. അച്ഛാ, അവസാനമായി ഒരു ചോദ്യം കൂടി. ആധുനിക കാലഘട്ടത്തിൽ ക്രിസ്തീയ ജീവിതവും സന്യാസ പൗരോഹിത്യ ശുശ്രൂഷകളും ഏറെ പ്രതികൂലതകളും വെല്ലുവിളികളും നേരിടുകയാണ്. ഈ തരുണത്തിൽ ഒരു സാക്ഷ്യ ജീവിതത്തിനും പ്രവാചക ശിഷ്യത്വ മുന്നേറ്റത്തിനുമുള്ള അങ്ങയുടെ സന്ദേശം ഒന്ന് പങ്കുവയ്ക്കാമോ? ഇന്ന് ലോകത്തിന് ധാരാളം പോരായ്മകളുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പണത്തിൻ്റെ കുറവ്, ദാരിദ്ര്യം, ജോലിയില്ലായ്മ, അസമാധാനം, അസന്തുഷ്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല ലോകത്തിൻ്റെ ഇന്നത്തെ പ്രധാന പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് ഒരിടത്തും സ്നേഹം ഇല്ല എന്നുള്ളതാണ്. സ്നേഹമുണ്ടെങ്കിൽ നാം നേരത്തെ പറഞ്ഞതൊക്കെ നിസ്സാരങ്ങളാണ്. സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും, സന്തോഷമുണ്ടെങ്കിൽ സമാധാനമുണ്ടാകും, സമാധാനമുണ്ടെങ്കിൽ ഐശ്വര്യമുണ്ടാകും. അപ്പോൾ ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് സ്നേഹമില്ലായ്മ എന്നുള്ളതാണ്. നാം സ്നേഹിക്കുന്നത് പലപ്പോഴും നമുക്ക് വേണ്ടി തന്നെയാണ്, നമ്മളെ തന്നെയാണ് നാം സ്നേഹിക്കുന്നത്. പക്ഷേ സ്നേഹം നമുക്ക് വേണ്ടിയുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മളെ തന്നെ നാം മറന്നു വേണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ. കൊടുക്കലാണ് സ്നേഹത്തിൻ്റെ അർത്ഥം തന്നെ. നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതാണ് സ്നേഹം. അപ്പോൾ സ്നേഹം എവിടെയുണ്ടോ അവിടെ സഹനമുണ്ട്, സഹനം എവിടെയുണ്ടോ അവിടെ സ്നേഹമുണ്ട്. സ്നേഹമില്ലാതെ സഹനമില്ല, സഹനമില്ലാതെ സ്നേഹവുമില്ല. നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കൈവിടേണ്ടി വരും, നമുക്ക് എന്തൊക്കെയോ ത്യജിക്കേണ്ടി വരും. അപ്പോൾ ആ ത്യാഗത്തിലൂടെ, ആ ത്യജിക്കലിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്ന് ഞാൻ പറയും. നാം സൃഷ്ടി തന്നെ നോക്കുക. ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്നുള്ളത് ഒരു ബഹിർഗമനമാണ്, മറ്റുള്ളവരിലേക്കുള്ളൊരു നീങ്ങുന്നു എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ലക്ഷണം. നമ്മൾ തന്നെ കുമിഞ്ഞു കൂടുന്നതല്ല സ്നേഹം, മറ്റുള്ളവരിലേക്ക് നീങ്ങുക, കൊടുക്കുക, ഒരു ബഹിർഗമനം സാധിക്കുക, അതാണ് സ്നേഹം. അപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് മനുഷ്യന് കൊടുത്തുകൊണ്ട് അവനെ സ്നേഹിക്കുന്നു. ആദാമിനെ സൃഷ്ടിച്ച്, ഹവ്വായെ സൃഷ്ടിച്ച് അവന് കൊടുത്തുകൊണ്ട് ദൈവം ആദാമിനെ സ്നേഹിക്കുന്നു. ആദാമിനെ ഹവ്വയ്ക്ക് കൊടുത്തുകൊണ്ട് ഹവ്വ ആദാമിനെ സ്നേഹിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും കൊടുത്തുകൊണ്ടുള്ളൊരു സ്നേഹമാണ് നാം കാണുന്നത്. ആ സ്നേഹം, നിത്യമായ ആ സ്നേഹം, ദൈവികമായ ആ സ്നേഹം ഇന്ന് ലോകത്തിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും മറ്റെല്ലാ പ്രശ്നങ്ങളും ഇന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹനവും, എവിടെ സഹനമുണ്ടോ അവിടെ സ്നേഹവും ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ കാരണമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ജീവിതമെന്ന മഹത്തായ ദാനത്തെക്കുറിച്ചും ശിഷ്യത്വ ജീവിതത്തിനും ഉന്നതമായ മനോഭാവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത പ്രിയ ബഹുമാനപ്പെട്ട ഗബ്രിയേൽ പൊസേന്തി അച്ഛന് ഒരിക്കൽ കൂടി എല്ലാവിധമായിട്ടുള്ള നന്മകളും പ്രാർത്ഥനാശംസകളും നേരുന്നു. പരന്ന വായന ഒരുപാട് ഇഷ്ടപ്പെടുന്ന പൊസേന്തി അച്ഛൻ ആഴത്തിലുള്ള ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും സമയം കണ്ടെത്തുന്നു. അച്ഛൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് പൊഴിഞ്ഞു വീണ അക്ഷരക്കൂട്ടങ്ങൾ
4 ചെറുഗ്രന്ഥങ്ങളായി പ്രകാശം കണ്ടു. ഫിനിക്സ് പക്ഷി, സുഹൃതമീ സഹനം, 3 അക്ഷരം, കുരിശിൽ വിരിഞ്ഞ പുഞ്ചിരി. നാഥ, നിന്റെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നീർച്ചാലുകളായി എന്നെ മാറ്റണമേ എന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന ധ്യാനപൂർവം മന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട പൊസേന്തി അച്ഛനോടൊപ്പം നമ്മൾക്കും പങ്കുചേരാം.